ദീപരാഗം രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 110. ഹോസ്പിറ്റലിലെ കട്ടിന് മുകളിൽ വേദന കൊണ്ട് കിടന്ന് ഞെരുങ്ങുകയും മൂളുകയും ചെയ്യുന്ന ദീപകിൻ്റെ കട്ടിലിൽ അരികിൽ കിടന്ന ഒരു കസേരയിലായി പ്രൊഫസർ ഉണ്ണികൃഷ്ണൻ ഇരുന്നു. കൊച്ചുമകൻ്റെ അവസ്ഥയിൽ അയാൾക്ക് ഒരേ സമയം ദേഷ്യവും നിസ്സഹായതയും തോന്നിയിരുന്നു. ദീപക്കേ, അയാൾ അവനെ മെല്ലെ തട്ടി വിളിച്ചു. വേദന സഹിക്കാനാവാതെ കണ്ണ് നിറച്ചുകൊണ്ടവൻ തൻ്റെ മുത്തശ്ശന് നേർക്ക് ഒന്ന് പാളി നോക്കി. എന്താണെന്നുള്ള ചോദ്യത്തോടെ. 4 സർജറി എന്നിൻ്റെ ശരീരത്തിൽ ഇപ്പോൾ നടന്നിട്ടുള്ളത്. എഴുന്നേറ്റ് നടക്കാൻ നിന്നെ കൊണ്ടിനി പറ്റുമോ എന്നുപോലും നിശ്ചയില്ല. പണ്ടൊക്കെ ദൈവം പിന്നെ എന്നായിരുന്നു. ഇപ്പം അങ്ങനല്ലെന്ന് ഈ വൈകിയ വേളയിലെങ്കിലും നിനക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ? അവൻ്റെ മുഖത്തേക്ക് ഉറ്റു നോക്കിക്കൊണ്ട് അയാൾ ഒട്ടൊരു പുച്ഛത്തോടെ ചോദിച്ചു. ദീപക്കൊന്നും മിണ്ടിയില്ല. പകരം ഉണ്ണികൃഷ്ണനെ പകയോടെ ഒരു നോട്ടം നോക്കി. പക്ഷെ ഉണ്ണികൃഷ്ണൻ അത് കാര്യമാക്കി എടുത്തില്ല. നീ വിചാരിക്കുന്ന ഒന്നുമല്ല കൊച്ചുമോനെ ജീവിതം. അതുകൊണ്ട് ഇനിയെങ്കിലും ഈശ്വരന് നിരക്കാത്ത ചെയ്യാതെ നന്നായി ജീവിക്കാൻ നോക്ക്. ഞാനിനി എത്ര കാലം ഉണ്ടാവുന്നൊന്നും അറിയില്ല. നിന്നെ ഓർത്തിങ്ങനെ ഉരുകി ഇല്ലാതാവാനാണോ എൻ്റെ വിധി? അയാളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. ആരും നിയന്ത്രിക്കാനില്ലാതെ ദീപക് ഇപ്പോൾ തന്നെ ഒരു ആയിട്ടാണ് വളരുന്നത്. അവൻ കാരണം ഇനി എത്ര കുടുംബങ്ങൾ കണ്ണുനീര് കുടിക്കണേ എന്ന് ചിന്തിച്ചതും അയാളിൽ അകാരണമായ ഒരു പേടി നിറഞ്ഞു. ഈ രീതിയിൽ പോയാൽ അധികം വൈകാതെ തന്നെ ദീപക് ഒരു മാനസിക രോഗിയാവുമെന്ന് അയാളിലെ ഡോക്ടർ കണക്കുകൂട്ടി. വൈശാഖി പാവമാണ്. അതിനെ നീ മറക്കണം. മറന്നേ പറ്റൂ. നീ കാട്ടിക്കൂട്ടിയതിനൊക്കെ മഹാദേവന് പകരം മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ നീ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ജീവനോടെ കാണില്ലായിരുന്നു ദീപക്കെ. ആ പാവം നിനക്ക് ഭിക്ഷയായി തന്നതായിരുന്നു നിൻ്റെ ജീവൻ. പക്ഷേ നീ അപ്പോഴും അവനോട് കാണിക്കാൻ നോക്കി. ദൈവം വലിയവനാ ദീപക്കെ. മഹാദേവനെ ഇല്ലാതാക്കാൻ വേണ്ടി പോയ നിനക്ക് അപ്പോൾ തന്നെ തിരിച്ചടി കിട്ടിയില്ലേ? അയാൾ അപ്പോഴും കൊച്ചുമകനെ ഉപദേശം നേരെയാക്കുവാൻ വൃഥാ ശ്രമിക്കുകയായിരുന്നു. ഇതൊക്കെ മുത്തശ്ശൻ എങ്ങനെ അറിഞ്ഞു എന്നുള്ള ചിന്തയിൽ ദീപകിൻ്റെ നെറ്റി ആദ്യം ഒന്ന് ചുളിഞ്ഞുവെങ്കിലും അടുത്ത നിമിഷം തന്നെ അവൻ അതിനെ വളരെ അലസമായിട്ട് തന്നെ എടുത്തു. നിങ്ങളൊന്ന് പോകുന്നുണ്ടോ? എന്നെ ഉപദേശിക്കാൻ വേണ്ടി ഒരുത്തനും ഇങ്ങോട്ടേക്ക് വരണമെന്നില്ല. എനിക്ക് വൈശാഖിയെ വേണം. അതിന് മഹാദേവൻ വീഴണം. ഞാൻ കട്ടിലേന്നൊന്ന് എഴുന്നേറ്റാ ആദ്യം ചെയ്യുന്ന കാര്യം അവളെ ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് വരിക എന്നായിരിക്കും. അതിപ്പോൾ ഏത് കോത്താഴത്തെ തമ്പുരാൻ വന്ന് തടഞ്ഞാലും ഞാൻ അനുസരിക്കത്തില്ല. പിന്നെ സർജറിയുടെ പേരും പറഞ്ഞ് നിങ്ങൾ എന്നെ അങ്ങനെ തളർത്താനൊന്നും നോക്കണ്ട. ഞാൻ എഴുന്നേറ്റ് നടന്നിരിക്കും. എനിക്ക് തടസ്സം നിൽക്കുന്നത് ആരാണെങ്കിലും അവരെ വകവരുത്താനും ഈ ദീപക് മടിക്കത്തില്ല. അതിപ്പോൾ നിങ്ങളാണെങ്കിലും ശരി. വേദന പോലും മറന്ന് അവൻ മുരളുമ്പോൾ പ്രൊഫസർ വരെ പേടിച്ചു പോയിരുന്നു. നീ ഓലത്തും. പൊടുന്നനെയാണ് അപ്രതീക്ഷിതമായി രാജശേഖരൻ നന്ദിതയും കൂടെ ആ മുറിയിലേക്ക് കടന്നു എന്നത്. അവരെ അവിടെ കണ്ടതും കട്ടിലിൽ കിടന്നവൻ്റെ മുഖം പെട്ടെന്ന് മാറി. പകരം പക മാറി അവിടെ നിസ്സഹായത നിറഞ്ഞു. സാർ, രാജശേഖരനെ നോക്കി അവൻ ഭവ്യതയോടെ വിളിച്ചു. നീ കൂടുതൽ അഭിനയിക്കേണ്ട ദീപക്കെ. നിന്നെപ്പറ്റി എല്ലാം അറിഞ്ഞിട്ട് തന്നെയാടാ ഞാൻ വന്നത്. നിന്നെ ഈ അവസ്ഥയിൽ കിടത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാ ഞാൻ വന്നേ. പക്ഷേ വിധി നിന്നെ ഇങ്ങനെയാക്കി. ദേഷ്യത്തോടെ അതിലുപരി മാനസിക സംഘർഷത്തോടെ അവന് മുൻപിൽ നിന്നുകൊണ്ട് ചീറുമ്പോൾ രാജശേഖർ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. തന്നെയും തൻ്റെ കുടുംബത്തെയും ചതിച്ചവനോടുള്ള പക അയാളുടെ കണ്ണുകളിലപ്പോൾ മിന്നിക്കത്തി. നിന്നെ പിടിച്ച് പോലീസിലേൽപ്പിക്കാൻ ഞങ്ങൾക്കറിയാഞ്ഞിട്ടല്ല. സമാധാനത്തോടെ ജീവിക്കുന്ന എൻ്റെ മകളെ കേസും കോടതിയുമെന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കരുതെന്ന് വിചാരിക്കുന്നത് കൊണ്ട് മാത്രം നീ ഇപ്പോൾ ഇങ്ങനെയെങ്കിലും കിടക്കുന്നത്. പക്ഷേ ഇതിനുള്ള തിരിച്ചടി നിനക്ക് ഞങ്ങൾ തരും. ഓർത്തോ നീ? എപ്പോഴും സ്നേഹത്തോടെ അവനോട് പെരുമാറിക്കൊണ്ടിരുന്ന നന്ദിത പെട്ടെന്നങ്ങനെ പറഞ്ഞതും ദീപകിൻ്റെ കണ്ണുകളിൽ ചെറിയൊരു പതർച്ചയുണ്ടായി. സാറ് ക്ഷമിക്കണം. എൻ്റെ മകളെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാതിരിക്കുന്നതും അവളെ ശ്രദ്ധിക്കാതെ ഇരുന്നതുമൊക്കെ ഞങ്ങളുടെ തെറ്റാണ്. പക്ഷേ എൻ്റെ മോളെ ഭയപ്പെടുത്താനും ഒക്കെ ഇവൻ ശ്രമിച്ചത് ഞങ്ങൾക്ക് പൊറുക്കാൻ പറ്റത്തില്ല. അതിനിവൻ അനുഭവിക്കും. ശേഖർ പെട്ടെന്ന് ഉണ്ണികൃഷ്ണനെ നേരെ തിരിഞ്ഞു. പ്രൊഫസർ ഒന്നും പറഞ്ഞില്ല.
കൊച്ചുമോൻ ചെയ്തതിൻ്റെ പാപത്തിൻ്റെ ഫലം പങ്കിട്ടെടുക്കുവാൻ തയ്യാറാവാത്തതുപോലെ തൻ്റെ ശിഷ്യൻ്റെ മുൻപിൽ അയാൾ തലകുനിച്ച് നിന്നു. മഹിയേട്ടാ മഹിയേട്ടാന്ന് എപ്പോഴും വിളിച്ചുകൊണ്ട് നടന്നിട്ട് പെട്ടെന്ന് സാറെന്ന് വിളിക്കാൻ പറഞ്ഞ് എങ്ങനെ വരാനാ? വൈശാഖിയുടെ മുഖം ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്നവൻ്റെ നേർക്ക് കൂർത്തു. കോളേജും കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴിയായിരുന്നവർ. എടി എന്ന് പറഞ്ഞ എങ്ങനെയാ? ക്ലാസ്സിലെ അത്രയും കുട്ടികളുടെ മുന്നിൽ വെച്ച് നീ എന്നെ മഹിയേട്ടാന്നൊക്കെ അങ്ങനെ വിളിക്കാവോ? ചെക്കൻ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ അവളെ നോക്കി കണ്ണുരുട്ടി. വൈശാഖി അവനെ തിരിച്ച് കണ്ണുരുട്ടി നോക്കിയിട്ട് തല വെട്ടിച്ചു. ഇനിയിപ്പോൾ വീട്ടിലും കോളേജിലുമൊക്കെ സാറേന്നേ ഞാൻ വിളിക്കൂ. അതാകുമ്പോൾ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അവൾ മുന്നിലെ റോഡിലേക്ക് നോക്കിക്കൊണ്ട് ആരോടിന്നില്ലാതെ പെറുപിറുത്തു. നിന്നെ ഞാനുണ്ടല്ലോ. പെണ്ണിൻ്റെ പൊറുപുറുക്കൽ കേട്ടതിൻ്റെ അടുത്ത നിമിഷം തന്നെ ചെക്കൻ അവളുടെ നേരെ നോക്കി ഒരൊറ്റ അലറിച്ച. വെറുതെ കാറണ്ട, എനിക്ക് പറ്റത്തൊന്നുമില്ല അതൊന്നും. എൻ്റെ വായിൽ ഒരു പേരേ വരൂ. വിട്ടുകൊടുക്കാൻ ഒട്ടും താല്പര്യമില്ലാത്തതുപോലെ അവളും കിടന്ന് ചാടി. പണ്ട് എൻ്റെ തലവട്ടം കണ്ട മുട്ടുവിറയ്ക്കുന്ന പെണ്ണായിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ, ദേഷ്യപ്പെട്ടാൽ പോലും അവിടെ ഒരനക്കവും ഉണ്ടാവില്ല. മഹാദേവൻ ഒരു ചിരിയോടെ ഓർത്തു. ഡി വൈശുക്കൊച്ചേ. പിണങ്ങി ചുണ്ടും ചുളിച്ചുകൊണ്ടിരിക്കുന്ന പെണ്ണിൻ്റെ കൈത്തുടയിൽ ഒരു കുഞ്ഞടി കൊടുത്തുകൊണ്ട് അവൻ വിളിച്ചു. ആദ്യം അതവൾ വലുതായിട്ട് മൈൻഡ് ചെയ്യാൻ പോയില്ലെങ്കിലും പിന്നെപ്പോഴോ മഹാദേവനെ തലചെരിച്ച് നോക്കി. ഇതും പറഞ്ഞ് മോന്തം വെറുപ്പിച്ചുകൊണ്ടിരിക്കണ്ട, നിനക്ക് തോന്നുന്നത് വിളിച്ചോ. ഒടുവിൽ പ്രശ്നപരിഹാരം പോലെ അവനൊന്ന് അയഞ്ഞു കൊടുത്തു. ഓക്കെ, അപ്പോൾ സാറ് തന്നെ ഫിക്സ്. അവൾ ഗൗരവത്തോടെ തന്നെ തലയാട്ടി. നിന്നെ ഉണ്ടല്ലോ. മഹാദേവൻ വീണ്ടും കണ്ണുരുട്ടിയതും വൈശാഖി ചിരിച്ചു പോയിരുന്നു. അല്ലേലും എൻ്റെ മഹിയേട്ടൻ പാവാ. അവൻ്റെ തോളിലേക്ക് വൈശാഖി ചാഞ്ഞു കിടന്നു. മനസ്സ് നിറഞ്ഞതുപോലെ മഹാദേവനും ആ നേരം ഒന്ന് പുഞ്ചിരിച്ചിരുന്നു. വീട്ടിൽ ചെന്ന് വല്ലതും കഴിച്ചിട്ട് വേഗം തന്നെ വിഷ്ണുവിനെയും കൂട്ടി പഠിക്കാനിരുന്നോണം. വീടടുക്കാറായപ്പോഴേക്കും മഹാദേവൻ അവളെ ഓർമ്മിപ്പിച്ചു. മഹിയേട്ടൻ എന്തൊരു സാധനാ. അത്രയും നേരം അവൻ്റെ തല ചായച്ചു കിടന്നവൾ മുഖം ചൊളിച്ചുകൊണ്ട് പൊടുന്നനെ നേരിയിരുന്നു. ആണ്, അല്ലെന്നാരാ പറഞ്ഞേ? പഠിക്കുന്ന കാര്യം വരുമ്പോൾ ഞാൻ ഇത്തിരി സാധനം തന്നെയാ. അവനതും പറഞ്ഞുകൊണ്ട് വൈശുവിൻ്റെ തലയിൽ ഒരു കൊട്ടുകൊട്ടി. മഹിയേട്ടാ. പെണ്ണവനെ നോക്കി തല തടവി. എന്താടി? എനിക്ക് വേദനിച്ചു കേട്ടോ. വേദനിക്കാനാ ഞൊട്ടിയേ? എന്തൊരു സാധനമായി മഹിയേട്ടൻ. ആണോ? ആണ്. സത്യമായിട്ടും ആണോ? സത്യമായിട്ടും ആണ്. എന്നാൽ പിന്നെ സാധനമല്ലാത്തവരെ കൊണ്ട് നിന്നെ ഞാൻ പിടിച്ച് കെട്ടിക്കട്ടെ. അവനിൽ കുസൃതി നിറഞ്ഞു. മഹിയേട്ടനെ എന്നാൽ ഞാൻ ഇല്ലാതാക്കും നോയ്ക്കോ. വീണ്ടും അവനിലേക്ക് ചായുമ്പോൾ മഹാദേവൻ എൻ്റേതാണെന്നുള്ളൊരു സാർത്ഥത അവളിൽ ഉരുവായി. അതേസമയം മംഗലത്ത് വീടിൻ്റെ മുൻപിൽ ഒരു കാറ് വന്നു നിന്നു. അതിൽ നിന്ന് രാജശേഖരൻ നന്ദിതയും ഇറങ്ങി.